ഇന്ന് തയ്യാറാക്കുന്നത് ക്രിസ്മസിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ കള്ളില്ലാത്ത കള്ളപ്പമാണ് കേട്ടോ. അന്നേരം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കള്ളില്ലാത്ത കള്ളപ്പമാണ്. ഇറച്ചിക്കറിയുടെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പമാണ്. അതിന് വേണ്ടിയിട്ട് നല്ല ഇനം പച്ചരി 2 ഗ്ലാസ് 4-5 മണിക്കൂർ കുതിർത്തത് അത് ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അരമുറി തേങ്ങ തിരിങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പിടി ചോറാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളതിനകത്ത് 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് തേങ്ങാ വെള്ളമോ നമ്മുടെ കയ്യിലുള്ള സാധാരണ വെള്ളമോ നോർമൽ വാട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. കുറേശ്ശെ തന്നെ ഒഴിക്കാവുള്ള വെള്ളം. നമുക്കിത് കട്ടിക്ക് തന്നെ ഈ ബാറ്റർ കിട്ടണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നല്ല കട്ടിക്ക് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കള്ളപ്പം ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അന്നേരം ഈ ഒരു അയവിൽ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വയ്ക്കുകയാണ്. രാത്രി മൊത്തം ഇരിക്കുമ്പോഴത്തേക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശക്കല്ലിലോ നോൺ സ്റ്റിക്ക് പാനിലോ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അന്നേരം നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് കല്ലിൻ്റെ ചൂട് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതേപോലെ കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കില്ല, ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ച് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നമ്മുടെ കള്ളില്ലാത്ത കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ. ഇറച്ചിക്കറിയോടൊക്കെ കഴിക്കാനും അതേപോലെ നമുക്ക് താറാവ് മപ്പാസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പമാണ്. അന്നേരം ക്രിസ്മസിന് തയ്യാറാക്കി നോക്കാൻ ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.